നമ്മുടെ സ്വന്തം അജമാനേരിയായിരുന്നു. ഒരു അമാവാസി രാത്രി. എന്തൊരു മഴ! തുള്ളിക്കുരുവിടെ കണ്ട് പേറ്ററിഞ്ഞ മഴത്തുള്ളികൾ ഗമിക്കാതെ, അന്ധകാരത്തെ തീർന്നു മറിച്ചു പോകുന്ന മിന്നൽ പിള്ളേരുകളെ ഗമിക്കാതെ ഒരു ആരോഗ്യവാനായ മധ്യവയസ്കൻ അതാ നടന്നു നിന്നു. അയാൾ നടന്നു നീങ്ങുന്നത് ഒരു ശവക്കലയുടെ ശിരോപാദത്തിലേക്കാണ്. അയാൾ ആ ശവക്കലറെ കെട്ടിപ്പിടിച്ച് കരയുവാൻ തുടങ്ങി. എനിക്ക് മാപ്പ് തരൂ, എനിക്ക് മാപ്പ് തരൂ. പെട്ടെന്ന് അയാൾ അവിടെ നിന്ന് എണീറ്റ് ദൈവപുത്രൻ മാനരാശിയുടെ സ്നേഹത്തെ ഉച്ചത്തിൽ വിളിച്ചു പറയുവാൻ തുടങ്ങി. അതെ പ്രിയമുള്ളവരെ, ഞാൻ പറയുന്ന കഥയുടെ പേര് മുന്തിരിത്തോപ്പ്. ഹായ്, എത്ര മനോഹരമായിരിക്കുന്നു ഈ മുന്തിരിത്തോപ്പ്. കറുപ്പിരുണ്ട് പാകമായിരിക്കുന്ന മുന്തിരികള് സൂര്യകിരണങ്ങളിലേക്ക് അതാ വെട്ടിത്തിളങ്ങുന്നു. അതിന്റെ സൗന്ദര്യം എനിക്ക് പറയുവാൻ വാക്കുകളില്ല. തോട്ടം മുന്തിരിത്തോട്ടം, നാമത്തിൻ മുന്തിരിത്തോട്ടം, തോട്ടം മുന്തിരിത്തോട്ടം, നാമത്തിൻ മുന്തിരിത്തോട്ടം, എത്ര മനോഹര തോട്ടം, നാമത്തിൻ മുന്തിരിത്തോട്ടം, എത്ര മനോഹര തോട്ടം, നാമത്തിൻ മുന്തിരിത്തോട്ടം. ആ മുന്തിരിത്തോട്ടത്തിന്റെ തൊട്ട് എതിർവശത്തായി അമ്പശുഭിയായ ഒരു കൊട്ടാരം. ആ കൊട്ടാരത്തിൽ നിന്ന് അതാ ആഹാബ് രാജാവ് ഇറങ്ങി വരുന്നു. ആഹാബ് രാജാവ് മട്ടുപ്പാവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് വർഷസുന്ദരവും മനോഹരവുമായ മുന്തിരിപ്പുകളുടെ ധാരാളമുള്ള ആ മുന്തിരിത്തോപ്പ് രാജാവിന്റെ കണ്ണിലുടക്കിയത്. എത്ര മനോഹരമായിരിക്കും ഈ മുന്തിരിത്തോപ്പ്! അത് എങ്ങനെയെങ്കിലും എനിക്ക് സ്വന്തമാക്കണം. അന്ന് രാത്രി ആഹാബ് രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നേരം പ്രഭാതമായി. നാബോത്തിനെ നമ്മുടെ മുൻപിൽ ഹാജരാക്കുന്നു. പെട്ടെന്നാണ് നാബോത്ത് രാജസന്നിധിയിൽ ഹാജരാക്കപ്പെട്ടത്. നാബോത്ത്, ആ മുന്തിരിത്തോപ്പ് നിന്റേതാണല്ലേ? എത്ര മനോഹരമായിരിക്കുന്നു! നാബോത്ത് അഭിമാനത്തോടെ പറഞ്ഞു. അതേ പ്രഭു, അത് എന്റേതാണ്. എങ്കിൽ അത് എനിക്ക് തന്നേക്കൂ. ആഹാബ് രാജാവ് പറഞ്ഞു. പ്രഭു, അത് മാത്രം നിന്നോട് ചോദിക്കരുത്. എന്റെ പൂർവികർ എനിക്ക് ദാനമായി തന്ന മുന്തിരിത്തോപ്പാണ്. അത് മാത്രം ഞാൻ തരില്ല. പൂർവികർ തന്ന മുന്തിരിത്തോപ്പ്, ജീവന്റെ ജീവന മുന്തിരിത്തോട്ടം, എന്തു വന്നാലും ആരെടുത്താലും ഇല്ല തരില്ല മുന്തിരിത്തോട്ടം. എന്ത് നീ തരില്ലേ? ആ മുന്തിരിത്തോട്ടത്തുള്ള അയാളുടെ അത്യാഗ്രഹം അയാളെ ആദ്യം അസ്വസ്ഥനാക്കി. കടന്നു പോകുന്നു എന്റെ മുന്നിൽ നിന്ന്. നാബോത്ത് പെട്ടെന്ന് കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി നടന്നു. അയാളുടെ മനസ്സിൽ ദുരാഗ്രഹത്തിന്റെ 1000 വിത്തുകൾ തായ്ക്കൊണ്ടിരുന്നു. മറ്റുള്ളവരുടെ സ്വത്ത് സ്വന്തമായി എനിക്ക് വേണം എന്നുള്ള ആ ആഗ്രഹം അയാളെ കുറേയേറെ വിഷമിപ്പിച്ചു. അസ്വസ്ഥനായി കിടക്കുന്ന തന്റെ ഭർത്താവിനെ നോക്കിക്കൊണ്ട്, പ്രഭു, അങ്ങേക്ക് എന്ത് പറ്റി? വർഷങ്ങളായി അങ്ങയുടെ ഈ മുഖത്ത് ഞാൻ സന്തോഷം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇന്ന് അങ്ങയുടെ മുഖത്ത് ഇതാ ദുഃഖത്തിന്റെ കാർമികപ്പാടുകൾ മിന്നിമായിരുന്നു ഞാൻ കാണുന്നു. എന്തുണ്ടെങ്കിലും എന്നോട് പറയൂ. ഒന്നുമില്ല. പറയും. വർഷങ്ങളായി അങ്ങയുടെ സുഖത്തിലും സന്തോഷത്തിലും പങ്കാളിയാണ് ഞാൻ. എന്നോട് പറയും. ആഹാബ് രാജാവ് ഗത്യന്തരമില്ലാതെ എല്ലാം ഭാര്യയോട് വിശദീകരിച്ചു. കൂടെ നാമത്തിനെ വധിക്കാനുള്ള പ്രിയവാദനം വായിച്ചു. ഇല്ല, അരുത്, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഈ രാജ്യം അങ്ങേക്കെതിരാകും. അതിനുള്ള ഉപായവും അവൾ പറഞ്ഞു കൊടുത്തു. ദൈവത്തിനും രാജാവിനെതിരായി ഭൂഷണം പറയുന്നെന്ന് പറഞ്ഞു വരത്തു. കേട്ടവരെല്ലാം അവനെ കല്ലെറിഞ്ഞുകൊള്ളും. ആഹാബ് രാജാവ് തന്റെ ഭാര്യയുടെ ബുദ്ധിസാമർത്ഥ്യത്തിൽ അതേറെ സന്തോഷിച്ചു. നേരം പ്രഭാതമായി. രാജകൽപ്പന നാടുകളിലെ പറഞ്ഞു. നാബോത്ത് ദൈവത്തിനും രാജാവിനുമെതിരായി ഭൂഷണം പറഞ്ഞിരിക്കുന്നു. കേട്ടവരെല്ലാം നാബോത്തിന്റെ കുടിലേക്ക് ഓടി. ഒരു വലിയ ജനാവലി നാബോത്തിന്റെ വീട്ടിന് ചുറ്റും വളർന്നു. കല്ലെറിയുക, അവരെ കല്ലെറിഞ്ഞ് കൊല്ലുക. ഒരു മൺപെടിയെ പോലെ പേടിച്ച് ആ കുടിലുകളിൽ പതുങ്ങി. പെട്ടെന്നതാ ആരോ കുടിലിൽ ചവിട്ടി പൊളിച്ചു അടുത്ത് കടന്നു. ഒരു മൃഗത്തെ ഇല്ല പോലെ വലിച്ചിഴച്ച് രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നു. തടിക്കുള്ളിൽ ബന്ധിച്ചു. രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ല. കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണീരോടെ പ്രാർത്ഥിച്ചു. പിടയും നീ ഹൃദയം, നുറുങ്ങുന്ന മനസ്സുമാൻ സ്വീകരിക്കൂ, അടിയനെ സ്വീകരിക്കൂ. നാബോത്ത്, ഇവർ പറയുന്ന കുറ്റം നീ ചെയ്തിട്ടുണ്ടോ? പ്രഭു, ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. യഹോവയ്ക്ക് അംഗീകാരമായി എന്റെ നാവ് ചലിച്ചിട്ടില്ല. വിധി നടപ്പാക്കുവാനുള്ള
ചെയ്യാനുള്ള എല്ലാ അധികാരവും നിങ്ങൾക്ക് ഞാൻ തരുന്നു. പ്രിയമുള്ളവരെ, കേൾക്കേണ്ട താമസം പാറക്കല്ലുകളാണ് പാഞ്ഞുകൊണ്ടിരുന്നു. നാബോത്തിന്റെ മാംസകഷ്ണങ്ങൾ ഭേദിച്ചുകൊണ്ട് പാറക്കല്ലുകൾ പാഞ്ഞു. അത് ഒരു കല്ല് ആര് ശിരസിൽ പതിച്ചു. നാൽപാടും രക്തം പടർന്നു നീങ്ങും. തലച്ചോറ് നാലുനിലയിൽ പടർന്നു. അവസാന തുള്ളി രക്തവും അതാ താഴെ വീണു. വേദനയേറ്റ് വീണ ചാമ്പത്തണ്ട് പോലെ അവൻ അതാ നിലപതിച്ചു. തൂത്തത്തിലൂടെയും തന്തത്തിലൂടെയും സ്വന്തമാക്കിയ ആ മുന്നിത്തോട്ടം കാണുവാൻ ആകാശവും ഭാര്യയും അതാ നടക്കുന്നു. ഹായ്, എത്ര മനോഹരമായിരിക്കുന്നു ഈ മുതിരത്തോപ്പ്. അങ്ങനെ ഇത് നമുക്ക് സ്വന്തമായി. പെട്ടെന്നതാ ഒരു ദിവ്യപ്രകാശം, അതാ ഒരു അശരീ. ആഹാ, നീ ദൈവപ്രമാണം ലംഘിച്ചിരിക്കുന്നു. നാബോത്തിന്റെ രക്തം വീണ അതേ സ്ഥലത്ത് തന്നെ നിന്റെ രക്തവും വീഴും. നിന്റെ ശവശരീരത്തിന് വേണ്ടി നായ്ക്കളും നരികളും പിടിവലി കൂടും. ആ ശബ്ദം ആഹാരാജാവിന് അരോചകമായി തോന്നി. ഓടി കൊട്ടാരത്തിലേക്ക് ഓടിക്കയറി ചെങ്കൂലും കിരീടവും വലിച്ചെറിഞ്ഞു. ഒരു സാധാരണ മനുഷ്യനെ പോലെ അയാൾ അപ്പുറത്തേക്ക് വരുന്നു. അന്ന് നമ്മൾ കണ്ട ആ ശവക്കലനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞത് ആരാണെന്നോ? ആഹാബരാജാവായിരുന്നു. എനിക്ക് മാപ്പ് തരൂ എന്ന് പറഞ്ഞത്. ആ കല ആരുടെയായിരുന്നു? നാബോത്തിന്റെ ആയിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയും മനസ്സിൽ ഇതുപോലെ 1000 ദുഷ്ടതയുടെയും തന്ത്രങ്ങളുടെയും മൂടുപടലങ്ങളുണ്ട്. നമുക്കിത് വലിച്ചെറിയാം. അങ്ങനെ ഒരു പുതു സൃഷ്ടിയാക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കഥാപുസ്തകം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.